സ്മൃതി, തൊഴിലുറപ്പ് പദ്ധതി ഒരുപക്ഷെ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും ഭാവനാസമ്പന്നമായ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പരീക്ഷണമായിരുന്നു. 2004 ഓഗസ്റ്റ് മാസത്തിൽ നിലവിൽ വന്ന ഈ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതിക്കാണ് ഇപ്പോൾ കത്രിക വെച്ചിരിക്കുന്നത്. ഇത് തൊഴിലാളി വിരുദ്ധമാണോ? തൊഴിലാളി വിരുദ്ധമാണെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. കാരണം ജോലി ചെയ്യാനുള്ള അവകാശം ഒരു മൗലികാവകാശമാണ്. അപ്പോൾ അതിന് നിയമപരിരക്ഷ വേണം എന്ന ആശയത്തിലാണ് ഇങ്ങനെയൊരു പദ്ധതി തന്നെ തുടങ്ങുന്നത്. അത് 2004 തുടങ്ങുന്നത്. 2004 UPA സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തുടങ്ങിയ ഈ പരിപാടിക്ക്, ഈ പദ്ധതിക്ക് ഇങ്ങനെയൊരു പേരായിരുന്നില്ല ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീടാണ് 2009 ഈ പേര് മാറുന്നത്, ഗാന്ധിയുടെ പേരിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ്? ഗാന്ധിക്ക് ഗ്രാമവികസനവുമായി ബന്ധപ്പെട്ട് ചില ആശയങ്ങളുണ്ടായിരുന്നു. അത് സ്വയം പര്യാപ്തമാകണം നമ്മുടെ ഗ്രാമങ്ങൾ എന്നുള്ള ഒരു ആശയമുണ്ടായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഗാന്ധിക്കുള്ള ആദരം എന്ന നിലയ്ക്കാണ് ഗാന്ധിജിയുടെ പേര് കൂടി അതിൽ വരുന്നത്. ആ നിലയ്ക്കാണ് ഗാന്ധിയുടെ പേര് അത് വരുന്നത്. ഇപ്പോൾ ആ പേര് മാറ്റിക്കൊണ്ട് ഇപ്പോഴത്തെ പേരെന്താണ്? ഇപ്പോഴത്തെ പേര് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ, VBG റാംജി ബിൽ. VBG റാംജി ബിൽ എന്ന് ആദ്യം എഴുതിയ ശേഷം അത് പിന്നീട് വിപുലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു റാം എന്തായാലും ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഗാന്ധിയെ തുടച്ചു നിൽക്കുക. നമുക്കറിയാം പല പദ്ധതികളുടെയും പേര് ഇതിനകം മാറ്റിയിട്ടുണ്ട്. അത് ഇന്ദിരാഗാന്ധിയുടെ പേര്, രാജീവ് ഗാന്ധിയുടെ പേര്, ഇതൊക്കെ പേരുകൾ മാറ്റുന്നു. അവർക്ക് താല്പര്യമുള്ളവർ പട്ടേലിനെ ഇപ്പോൾ അവർക്കൊപ്പം നിന്നതാണ്, അല്ലെങ്കിൽ അവരുടെ ആശയം പേരേതാണ് പട്ടേൽ എന്ന രൂപത്തിൽ പട്ടേലിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പട്ടേലിൻ്റെ പേരിലേക്ക് മാറ്റുന്നു. അങ്ങനെ പല പദ്ധതികൾ നമ്മൾ കാണുന്നുണ്ട്. അതിൽ രാഷ്ട്രീയം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഗാന്ധി രാഷ്ട്രപിതാവാണല്ലോ. ഗാന്ധിജി രാഷ്ട്രപിതാവാണ്. രാഷ്ട്രപിതാവിനെ എങ്ങനെ തുടച്ചു നിൽക്കാമെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമായി വരുന്നു. ഗാന്ധിജിയുടെ മരണം, ഗാന്ധിയെ വെടിവെച്ച് കൊന്നത് പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ ഗാന്ധി എന്ന പേര് വിസ്മൃതിയിലേക്ക് ആഴ്ത്താനുള്ള ശ്രമങ്ങൾ അതിൽ ഏതൊക്കെ രൂപത്തിൽ പ്രവർത്തിക്കാമോ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ RSSന് 100 വർഷമാകുന്ന ഈ കാലയളവിൽ തന്നെ ഗാന്ധിജിയുടെ പേരിൽ ഉള്ള ഒരു പദ്ധതി മാറ്റിക്കൊണ്ട് അതിനെ മാറ്റുകയാണ്. അപ്പോൾ ഗാന്ധിയെ കൊന്നവരുടെ ആശയം പേർന്നവർ വീണ്ടും വീണ്ടും ഗാന്ധിക്ക് നേരെ വെടിയുതിർക്കുകയാണ്. അപ്പോൾ ഗാന്ധി എന്താണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത്? ഹേ റാം എന്നാണ്. ഗാന്ധി രാമരാജ്യം എന്ന് പറഞ്ഞത് ഏത് രൂപത്തിലാണ്? അപ്പോൾ ഗാന്ധിയുടെ രാമരാജ്യമല്ലല്ലോ ഇപ്പോൾ BJP വിഭാവനം ചെയ്യുന്നത്. രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ ആ രാമരാജ്യം എന്നുള്ളത് കുറേ പേരെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള രാമരാജ്യമാണ്. ഇപ്പോൾ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വരുമ്പോൾ പലപ്പോഴായി പൂച്ചു പുറത്തു വരാറുണ്ട്. ഗാന്ധി പാകിസ്ഥാൻ ഉണ്ടാക്കി. നെഹ്റുവിനെ മാത്രമല്ല, ഗാന്ധിജിയും പറയുന്നുണ്ട് ഗാന്ധിജിയാണ് പാകിസ്ഥാൻ ഉണ്ടാകാനുള്ള കാരണം എന്നുള്ളത് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഏതൊക്കെ ഘട്ടങ്ങളിൽ എങ്ങനെയൊക്കെയുള്ള സമീപനമാണ് എടുത്തുന്നുള്ളതൊക്കെ നമ്മുടെ ചരിത്രത്തിലുണ്ടല്ലോ. അപ്പോൾ ചരിത്രത്തെ തുടച്ചു നീക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഉദ്ദേശമാണ്. അതോടൊപ്പം തന്നെയാണ് ഈ പദ്ധതിയും വരുന്നത്. ഈ പദ്ധതിയുടെ പേര് മാത്രമല്ലല്ലോ, പദ്ധതിയുടെ നിയന്ത്രണം കേന്ദ്രത്തിന്, സാമ്പത്തിക ബാധ്യത സംസ്ഥാനത്തിന്. ഇപ്പോൾ പല കേന്ദ്ര പദ്ധതികളായി ഇപ്പോൾ 60:40 എന്ന രൂപത്തിലേക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയും അങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഇത് യഥാർത്ഥത്തിൽ ഗാന്ധിയുടെ പേര് മാറ്റുക എന്നത് മാത്രമല്ല, ഏറ്റവും സ്ത്രീവിരുദ്ധമായ കേന്ദ്ര പദ്ധതി എന്ന് കൂടി അതിനെ പറയേണ്ടി വരും. കാരണം എത്ര ലക്ഷം, എത്ര കോടി സ്ത്രീകളാണ് ഈ പദ്ധതിയിൽ നിന്ന് പുറത്തേക്ക് പോവുക എന്നുള്ളതാണ്. ഇതുവരെയും എത്രയധികം ആളുകൾക്ക് ജോലി നൽകിയിരുന്നു. അതിലൊക്കെ ഈ നിയമത്തിൽ വ്യത്യാസം വരികയാണ്. ഇപ്പോൾ 100 തൊഴിൽ ദിനങ്ങൾ എന്നുള്ളത് 125 ഉയർത്തിയിട്ടുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായി അവർക്ക് ചൂണ്ടിക്കാണിക്കാം. പക്ഷേ അത് മാത്രമല്ലല്ലോ, ഈ സംസ്ഥാനങ്ങൾക്ക് ബാധ്യത വരുന്ന രൂപത്തിലേക്ക് അത് മാറുന്നു. മാത്രമല്ല, നേരത്തെ തൊഴിലുറപ്പ് പദ്ധതിയിൽ പദ്ധതി നിർത്തിവെക്കാനുള്ള ഒരു വ്യവസ്ഥയുണ്ടായിരുന്നില്ല. പക്ഷേ പുതിയ ബില്ലിൽ എങ്ങനെയാണ്? ഏറ്റവും തിരക്കേറിയ കാർഷിക സീസണിൽ, അതാണ് ഇന്ന് മന്ത്രി MP രാജേഷും ചൂണ്ടിക്കാണിച്ചത്, കാർഷിക സീസണിൽ 60 ദിവസം വരെ പദ്ധതി മരവിപ്പിക്കാം എന്നതാണ് ഇതിൽ പറയുന്നത്. ഇനി ഇതിൽ ഗ്രാമസഭകളുടെയും പഞ്ചായത്തുകളുടെയും പങ്കാളിത്തം ഒഴിവാക്കാനുള്ള ശ്രമമാണ്. ഇപ്പോൾ ആ രൂപത്തിലുള്ള അവരുടെ കൂടി പങ്കാളിത്തത്തോടു കൂടിയാണ് തൊഴിലുറപ്പ് പദ്ധതി നടക്കുന്നത്. ഇവിടെ എന്താണ്, ദരിദ്രരായ പാവപ്പെട്ട സ്ത്രീകൾ, അവർക്ക് തൊഴിലുറപ്പ് പദ്ധതി നൽകിയിരുന്ന ഒരു ആശ്വാസം എത്രത്തോളമായിരുന്നു. ഞങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയുണ്ട്, അതിൽ കിട്ടുന്ന കൂലിയുണ്ട് എന്നുള്ളത് എത്ര സന്തോഷത്തോടു കൂടിയാണ് അവർ പറഞ്ഞത്. അതിൽ എത്ര ലക്ഷം പേരാണ് പുറത്താക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഏതൊക്കെ മേഖലകളിൽ വേണം, ഏതൊക്കെ സ്ഥലങ്ങളിൽ, ഏതൊക്കെ കാലയളവിൽ വേണമെന്നുള്ളത് കേന്ദ്രമാണ് നിശ്ചയിക്കുക. എന്നാൽ തുക കൃത്യമായി തരുന്നുണ്ടോ? ആ തുക കൃത്യമായി തരികയുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ബില്ലിനെ ഇപ്പോൾ ഇന്ത്യയിൽ എത്ര കക്ഷികൾ പിന്തുണയ്ക്കുന്നുണ്ട്? പദ്ധതി വെറുമൊരു തൊഴിൽദാതാവിൽ നിന്നും ഗ്രാമീണ ആസ്തി നിർമ്മാണത്തിൻ്റെയും ഉപജീവന മിഷനായി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് പറയുന്നു. ഇതിൽ TDP ഇതിൽ എതിർപ്പ് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ബാക്കി പാർട്ടികൾ, NDAയുടെ ഭാഗമായിരിക്കുന്ന മറ്റു പാർട്ടികൾ ഏത് രൂപത്തിൽ അതിനെ കാണുന്നറിയില്ല. TDP അതിൽ പറയാൻ കാരണം എന്തുകൊണ്ടാണ്? സംസ്ഥാനങ്ങൾക്ക് മേൽ കൂടുതൽ ബാധ്യത എന്നതുകൊണ്ടാണ്. അപ്പോൾ ബില്ലിനെ എതിർക്കുന്നത് കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ ബില്ലിനെ എതിർക്കുന്നുണ്ട്. ഇന്നിപ്പോൾ കൗതുകമായ ഒരു കാഴ്ച കണ്ടത്, കുറേ നാളുകൾക്ക് ശേഷം, കുറേ മാസങ്ങൾക്ക് ശേഷം ശശി തരൂർ ഒരു കോൺഗ്രസ്സുകാരനായി അവതരിച്ചു എന്നുള്ളതാണ്.
ശശി തരൂർ ഇന്ന് ഗാന്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ പദ്ധതി എന്താണ് വിഭാവനം ചെയ്യുന്നതൊക്കെ നല്ല ഭംഗിയായി തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗ പാഠവും ഇന്ന് പാർലമെന്റിൽ കണ്ടു. കോൺഗ്രസ്സുകാർക്ക് ആശ്വസിക്കാം. കഴിഞ്ഞ ദിവസം പോലും അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയിരുന്ന പ്രസ്താവന നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി കാണുന്നു. ഇനിയിപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധി പാർലമെന്റിലില്ല, അതുകൊണ്ടായിരിക്കും. പ്രിയങ്ക ഗാന്ധി സംസാരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പ്രതിവർഷം ശരാശരി 4000 കോടി ചെലവ് വരുന്ന പദ്ധതിയാണ്. ഇനി ആകെ ചെലവിന്റെ 40% സംസ്ഥാനങ്ങൾ വഹിക്കണമെന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ചത് 1600 കോടി വഹിക്കേണ്ടി വരും. പുറമെ അലവൻസും നഷ്ടപരിഹാരം പൂർണ്ണമായും സംസ്ഥാനം വഹിക്കണം. കേരളത്തിന് 1600 കോടിയുടെ അധിക ബാധ്യതയാണ് വരുന്നത് എന്നുള്ളതാണ്. ഇനി ഈ പദ്ധതി നേരത്തെ തന്നെ ആളുകളെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ നടത്തിയിട്ടുണ്ട്. 2022-23, 2023-24 സാമ്പത്തിക വർഷങ്ങളിൽ രാജ്യത്താകെ 7.8 കോടി തൊഴിലാളികളെ പുറത്താക്കിയെന്ന് ലിപ്ടെക് ഇന്ത്യ പഠനത്തിൽ പറയുന്നുണ്ട്. 2022-23 5.40 കോടി തൊഴിലാളികളും 2023-24 2.37 കോടി തൊഴിലാളികളും പദ്ധതിയിൽ നിന്ന് ഇതിനകം പുറത്തായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ UPA സർക്കാർ ഇറങ്ങി, NDA സർക്കാർ വന്നപ്പോൾ തന്നെ ഘട്ടം ഘട്ടമായി കുടിശ്ശിക ഭീമമായി ഉയർത്തുന്നു എന്നുള്ളതാണ്. ബജറ്റ് വിഹിതം കുറയ്ക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിനെ അടക്കം, കേരളത്തിലാണല്ലോ ഏറ്റവും കൂടുതലായി നടപ്പാക്കുന്നത്, കേരളം ഹരിയാന ഉള്ള സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്നു. അപ്പോൾ ഈ സംസ്ഥാനങ്ങൾക്ക് ഏത് രൂപത്തിലാണ് ബാധ്യത ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ സാമ്പത്തിക വർഷത്തിൽ തൊഴിലുറപ്പിനായി ബജറ്റിൽ നീക്കിവെച്ചത് 86,000 കോടി രൂപയാണ്. കഴിഞ്ഞ ബജറ്റിലും ഇതേ തുക തന്നെയായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ വലിയ രീതിയിലുള്ള കുടിശ്ശിക വരുന്നു. അപ്പോൾ ബജറ്റ് വിഹിതത്തിലെ 4/1 കുടിശ്ശിക വീട്ടാൻ വിനിയോഗിക്കണമെന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള ഒരു വിഷയമായി വരുന്നത്. ഇനി ഇതിൽ പ്രതിഷേധിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട്. ഇപ്പോൾ പാർലമെന്റിലെ പ്രതിഷേധം നമ്മൾ കണ്ടു. പാർലമെന്റിൽ MP-മാർ പ്രതിഷേധിക്കുമ്പോൾ ഇന്നലെ ബില്ല് കൊണ്ടുവരുന്നു, ഇന്നലെ ബഹളത്തെ തുടർന്ന് പിരിഞ്ഞു. ഇന്നിപ്പോൾ അത് നടപ്പാക്കാനായി പോകുമ്പോൾ പ്രതിപക്ഷത്തെ MP-മാർ അത് വിശദമായി അവരുടെ എതിർപ്പ് എന്താണ് എന്നുള്ള കാര്യം വിശദീകരിക്കുമ്പോൾ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറയുന്നത് ഇങ്ങനെ ദീർഘനേരം നൽകാനാവില്ല, കൂടുതൽ ചർച്ച പാടില്ല, ചർച്ചയ്ക്കുള്ള സ്ഥലമല്ല പാർലമെന്റ് എന്നുള്ളതാണ്. പാർലമെന്റ് തുടങ്ങുന്ന ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്. പ്രധാനമന്ത്രി ഇതിപ്പോൾ സ്ഥിരം പരിപാടിയായിട്ടുണ്ട്. ശൈത്യകാല സമ്മേളനം തുടങ്ങുമ്പോൾ, ഓരോ സമ്മേളനം തുടങ്ങുമ്പോൾ അദ്ദേഹം പാർലമെന്റിന് മുന്നിൽ നിന്ന് പ്രസംഗിക്കുന്നത് വെറുതെ ബഹളം വെക്കരുത്, അതിനകത്ത് മിണ്ടാതിരിക്കണം. അപ്പോൾ മിണ്ടാതിരിക്കുന്ന പ്രതിപക്ഷമാണ് ഭരണപക്ഷം സങ്കല്പിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. ആ രൂപത്തിലേക്ക് പ്രതിപക്ഷം വന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ ബഹളം പ്രതിഷേധമാണ്, പ്രതികരണമാണ്. ആ പ്രതികരണം ഇന്ന് കൃത്യമായി പുറത്തും അകത്തും. പക്ഷേ ഇടത് MP-മാർ പുറത്ത് പ്രതിഷേധിക്കുമ്പോൾ അവിടെ കോൺഗ്രസ് MP-മാരെ കണ്ടില്ല. കോൺഗ്രസ് MP-മാർ അകത്ത് ഗാന്ധിയുടെ ചിത്രം എന്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ്. ഇതാണ് ഒരു പ്രശ്നം. പ്രതിപക്ഷം ഐക്യത്തോടുകൂടി പ്രതിഷേധിക്കുക എന്നതിനപ്പുറം ഒരു വലിയ സമരത്തിലേക്ക്, നമ്മൾ കേരളം രാജ്യം കണ്ട കർഷക സമരം പോലെയുള്ള ഒരു വലിയ പ്രക്ഷോഭത്തിലേക്കൊക്കെ പോകേണ്ടതാണ്. കാരണം അടിസ്ഥാന വർഗത്തെ ഏറ്റവും ദരിദ്രരായ പാവങ്ങളായ സ്ത്രീകളെയാണ് ഏറ്റവും ഇത് ശാക്തീകരിച്ചിരുന്നത്. ആ തൊഴിലുറപ്പ് പദ്ധതിയാണിപ്പോൾ തൊഴിലുറപ്പില്ലാത്തൊരു പദ്ധതിയായി മാറുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. Meet the editors.